നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് ആരംഭിക്കാൻ ഇനി 4 ദിവസങ്ങൾ. നമ്മൾ പ്രധാനപ്പെട്ട ടീമുകളുടെ ഒരു പ്രിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ടീം അനാലിസിസ്. നമ്മൾ ഓസ്ട്രേലിയയെക്കുറിച്ച് വിശദമായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കി. ഇനി ഇന്ത്യ, നമ്മുടെ ടീം. ഈ വേൾഡ് കപ്പിലെ ഹോട്ട് ഫേവറിറ്റ്സ് ടീം ഇന്ത്യ തന്നെയാണ്. എന്താ സംശയം? ഇത്രയും ഫേവറേറ്റ്സ് ആയിട്ടുള്ള മറ്റൊരു ടീം ഈ വേൾഡ് കപ്പിലില്ല. എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമായ സാഹചര്യമാണ്. അത് നമുക്ക് ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മുടെ ഫിക്സേഴ്സ് ഒന്ന് നോക്കാം. ഫെബ്രുവരി 7 ഇന്ത്യ മുംബൈയിൽ USA കളിക്കും. ഫെബ്രുവരി 12 ഡൽഹിയിൽ നമീബിയയുമായിട്ട് കളിക്കും. ഫെബ്രുവരി 15 കൊളംബോയിൽ പാകിസ്ഥാനുമായിട്ട് കളിക്കും. ആ കളിക്ക് പാകിസ്ഥാൻ ഇറങ്ങില്ല എന്ന് കേൾക്കുന്നു. അങ്ങനെയാണ് അവരുടെ ഗവൺമെൻറ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ 2 പോയിന്റ് നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാം. ഫെബ്രുവരി 18 അഹമ്മദാബാദിൽ നെതർലൻഡ്സുമായിട്ട് കളിക്കും. അതാണ് ഇന്ത്യയുടെ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ ഫിക്സ്ചർ. അപ്പോൾ ഇന്ത്യൻ ടീം നമ്മളെടുത്ത് നോക്കുമ്പോൾ എൻവിയബിൾ ക്വാളിറ്റി ആൻഡ് ഡെപ്ത് ഈ ടീമിനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫേവറേറ്റ്സ് T20 വേൾഡ് കപ്പിലില്ല. പിന്നെ നമുക്കറിയാമല്ലോ, ഇതുവരെ ഒരു ടീമും സ്വന്തം മണ്ണിൽ ഈ ഒരു ക്രൗണ് നേടിയിട്ടില്ല, ഈ ഒരു കിരീടം നേടിയിട്ടില്ല. അതുപോലെ ഇതുവരെ ഒരു ജേതാക്കളും സക്സസ്ഫുള്ളി അത് ഡിഫെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ അത്തരം ചരിത്രങ്ങളാണ് ഇവിടെ മാറ്റി എഴുതേണ്ടത്. സോ ഇന്ത്യ ആ 2 അച്ചീവ്മെൻറ്റ്സും, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹോം സോയിലിൽ T20 വേൾഡ് കപ്പ് നേടുന്ന ടീം, ചരിത്രത്തിൽ ആദ്യമായിട്ട് കിരീടം നിലനിർത്തുന്ന ടീം, ഈ ചരിത്രമൊക്കെ ഇന്ത്യ മാറ്റിക്കുറിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾ ഉണ്ടാവണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അതാണ് ഇന്ത്യയുടെ ടീമിൻ്റെ ഒരു ഡെപ്ത്ത്, ക്വാളിറ്റി, ഫയർ പവർ ഒക്കെ അതാണ്. ഇങ്ങനൊരു ടീം വേറെ ഈ T20 വേൾഡ് കപ്പിനില്ല. ഇപ്പോൾ നോക്കുക, കഴിഞ്ഞ T20 വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യ കൂടുതൽ T20യിൽ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ T20 വേൾഡ് കപ്പ് നമുക്കറിയാം US-ലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ്, വ്യത്യസ്ത കണ്ടീഷനുകളിലാണ് നടന്നത്. അവിടെയാണ് നമ്മളൊരു അൺബീറ്റൺ ക്യാമ്പയിൻ നയിച്ചുകൊണ്ട് ആ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ ഇതിനു മുമ്പ് ഒരു സീരീസ് തോറ്റത് അത് കഴിഞ്ഞ വേൾഡ് കപ്പിന് മുമ്പാണ്, ഓഗസ്റ്റ് 2023. അതിനുശേഷം പിന്നീട് നമ്മൾ സീരീസിൽ നിന്നും പരാജയപ്പെടാത്ത കുതിപ്പാണ് T20യിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ലെന്നേ, ആ വേൾഡ് കപ്പ് നേടിയ ടീമിലേക്ക് ഇപ്പം കോഹ്ലിയും രോഹിത്തും ഒക്കെ വിരമിച്ചു പോയി. പക്ഷേ കൂടുതൽ ഫയർ പവർ നമ്മൾ ആഡ് ചെയ്യുക ചെയ്ത് അഭിഷേക് ശർമ്മ സ്ക്വാഡിലേക്ക് വന്നു. തിലക് വർമ്മ മിന്നും ഫോമിലാണ്. പിന്നെ മിസ്റ്ററി സ്പിൻ വരുൺ ചക്രവർത്തി. പിന്നെ ലോവർ ഓർഡറിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലേക്ക് ഹർഷിത് റാണ വന്നു. നമ്പർ 8 ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ബാറ്ററൊക്കെ വന്നു. അല്ല, ബാറ്റർ എന്നല്ല, ബിറ്റ്സ് ആൻഡ് പീസസ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴേ ബാറ്റിങ്ങിൻ്റെ ഒരു സപ്പോർട്ട് കൂടി കൊടുക്കുന്ന പ്ലെയർ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ ഉള്ളൊരു പ്രശ്നം അതാണല്ലോ, നമ്പർ 8 ആരെ കളിപ്പിക്കും എന്നുള്ളത്. ആ പ്രശ്നം ഏതാണ്ടൊക്കെ പരിഹരിക്കപ്പെടുന്നു. ഈ സ്ക്വാഡിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ ശ്രേയസ് അയ്യർക്ക് ഈ സ്ക്വാഡിൽ ഇടമില്ല, അത് നോക്കിയാൽ മതി. ഗില്ലില്ല, യശസ്വി ജയ്സ്വാളില്ല. അതാണ് ഇന്ത്യയുടെ T20 ടാലൻറ്റിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും T20 എന്ന് പറയുന്നത് ഒരു ഈസി ഫോർമാറ്റ് അല്ല. അപ്പോൾ നമ്മൾ പറയുമല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ കളി നടത്തണോ, കപ്പ് ഇന്ത്യ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഹെയ്റ്റേഴ്സ് പറയാൻ, കമൻറ്റ് ഇടാൻ സാധ്യത. അതുകൊണ്ട് പറയുകയാണ്, ഇത് T20 ആണ്. T20 വേൾഡ് കപ്പ് ഒരു ഈസി ഫോർമാറ്റ് അല്ല. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഒറ്റ ദിവസത്തെ മോശം കളി മതിയാവും. ഇപ്പോൾ ഒരു ദിവസം നല്ലൊരു ഡ്യൂ ഉള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ടോസ് നഷ്ടപ്പെടുന്നു, നമുക്ക് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വരുന്നു. എന്നിട്ട് നമ്മുടേതല്ലാത്ത ഒരു ദിവസം പോലെ ബൂംറയോ വരുൺ ചക്രവർത്തിയോ കുറച്ച് എക്സ്പെൻസീവായിട്ടൊരു ഓഫ് ഡേ സംഭവിക്കുന്നു, കളി തോൽക്കാം. T20യുടെ സ്വഭാവം അതാണ്. ഇതാണ് എതിർ ടീമിനുള്ള പ്രതീക്ഷയും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഈ വേൾഡ് കപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ ഓൾമോസ്റ്റ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ സൂപ്പർ 8 കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. സൂപ്പർ 8 ഫിക്സറൊക്കെ ഓൾമോസ്റ്റ് പ്രീ ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇന്ത്യക്ക് ഈ വേൾഡ് കപ്പിൽ കിരീടത്തിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, അതായത് സൂപ്പർ 8 കാര്യമാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും 2 ടീമുകൾ എന്തായാലും തോൽപ്പിക്കേണ്ടി വരും. ഒരാഴ്ചക്കുള്ളിൽ വ്യത്യസ്ത വെന്യൂകളിൽ പോയിട്ട് ഈ മത്സരങ്ങൾ ജയിക്കുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത വീക്കിൽ 2 നോക്കൗട്ട്
മത്സരങ്ങൾ വിജയിച്ചാലേ കിരീടം ചൂടാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഇത്തരം ഘട്ടങ്ങളിൽ കാലിടറി പോയാൽ ഈ പറയുന്ന പോലെ എത്ര ഡെപ്ത് ഉണ്ടെങ്കിലും കളി കൈവിട്ട് പോകാം, തോൽക്കാം, മറ്റുള്ളവർ കിരീടമൊക്കെ കൊണ്ടുപോകാം. അതുണ്ട്. അതാണ് ഈ ക്രിക്കറ്റ് അനിശ്ചിതത്വം എന്ന് പറയുന്നത്. അതുണ്ട് എന്ന് വെച്ചിട്ട് ഇന്ത്യൻ ടീമിൻ്റെ മറ്റുള്ളവർക്ക് മേൽ ഈ ഒരു ടൂർണമെൻറ്റിലുള്ള ആധിപത്യം നമുക്ക് കുറച്ച് കാണാനും പറ്റില്ല. നമ്മുടെ കണ്ടീഷനിലാണ്, ഇതേ സിറ്റുവേഷനിലാണല്ലോ. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഉണ്ടാകാൻ പോകുന്ന സിമിലർ കണ്ടീഷനുകളിലാണ് ഈ സമീപകാലത്ത് നമ്മൾ ന്യൂസിലാൻഡിനെ 4-1 തോൽപ്പിച്ചതും വെസ്റ്റ് ഇൻഡീസ് അല്ല സൗത്ത് ആഫ്രിക്കയെ 3-1 തോൽപ്പിച്ചതൊക്കെ. അപ്പോൾ ആ 7 വിജയങ്ങൾ, ന്യൂസിലാൻഡ് മേലുള്ള 4 വിജയവും സൗത്ത് ആഫ്രിക്കയിലുള്ള 3 വിജയവും, ആ 7 വിജയങ്ങളിൽ 3 വന്നത് നമുക്ക് ടോസ് കിട്ടാതിരുന്നിട്ടാണ് എന്ന കാര്യം കൂടി നോക്കണം. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇന്ത്യ ഹോട്ട് ഫേവറേറ്റ്സ് ആണ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ നമ്മൾ പ്ലേയേഴ്സ് ടു വാച്ച് എന്ന് പറഞ്ഞ് നോക്കാൻ ഒരു സംശയം വേണ്ട, അഭിഷേക് ശർമ്മ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. നോക്കണം നിങ്ങൾ, 88 സിക്സറുകളാണ് ഫുൾ മെമ്പർ ടീംസ് നമ്മൾ എടുക്കുമ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ ഈ വേൾഡ് കപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ 88 സിക്സറുകളാണ് അഭിഷേക് ശർമ്മ അടിച്ചത്. അദ്ദേഹത്തേക്കാൾ കൂടുതൽ സിക്സറുകൾ അടിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൊട്ടരികിൽ പോലുമുള്ള മറ്റൊരു ഫുൾ മെമ്പർ ടീമിലെ പ്ലെയർ ഇല്ല. രണ്ടാമതുള്ളത് ഷായ് ഹോപ്പാണ്, അദ്ദേഹത്തിന് 50 സിക്സറേ ഉള്ളൂ. സോ ആ ഒരു ഡൊമിനൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ബൗളിങ്ങിൽ വരുൺ ചക്രവർത്തി ഇതേപോലെ ഡൊമിനൻസ് കാണിച്ചിട്ടുള്ളത്. 57 വിക്കറ്റുകളാണ് ഈ 2 വേൾഡ് കപ്പുകൾക്കിടയിൽ അദ്ദേഹം എടുത്തിട്ടുള്ളത്. 7.42 ഇക്കണോമിയിലാണ് അദ്ദേഹം ഇങ്ങനെ പന്തെറിഞ്ഞിട്ടുള്ളത്. സോ ഓരോ 11.2 ബോൾസിലും അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഈ ടീം അത്രയും സ്ട്രോങ് ആണ്, ശക്തമാണ്. പിന്നെ നമുക്കുണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ക്യാപ്റ്റൻ സൂര്യ കഴിഞ്ഞൊരു വർഷമായിട്ട് വേണ്ട വിധത്തിൽ സ്കോർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതങ്ങ് തീർത്തല്ലോ, അദ്ദേഹം തീർത്തിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ന്യൂസിലാൻഡിനെതിരെ സീരീസിൽ അദ്ദേഹം ഫോമിൻ്റെ പാരമ്യതയിലേക്ക് മടങ്ങിയെത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ പ്രശ്നവും അവിടെ തീർന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു ആശങ്ക സഞ്ജു സാംസണിൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹം കഴിഞ്ഞ സീരീസിൽ ഉടനീളം മോശമായിരുന്നു. പക്ഷേ ഇഷാൻ കിഷൻ മിന്നും ഫോമിലാവുമ്പോൾ, തിലക് വർമ്മ മടങ്ങിയെത്തുമ്പോൾ ടീമിന് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ടീം ഇന്ത്യയുടെ ബെസ്റ്റ് ലെവൻ നോക്കിയാൽ അഭിഷേക് ശർമ്മ ഒപ്പം സഞ്ജു ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇഷാൻ കിഷൻ ആവാം. അത് ഈ വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ടീം മാനേജ്മെൻറ്റ് തീരുമാനിക്കും. സോ നമ്പർ 3 തിലക് വർമ്മ, നമ്പർ 4 സൂര്യകുമാർ യാദവ്, നമ്പർ 5 ഹാർദിക് പാണ്ഡ്യ, നമ്പർ 6 റിങ്കു സിംഗ്, നമ്പർ 7 ശിവൻ ദ്യൂബെ, നമ്പർ 8 അക്സർ പട്ടേൽ കളിക്കാം, നമ്പർ 9 ഹർഷിത് റാണയോ ഹർഷ്ദീപ് സിംഗോ. അത് കളിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിരിക്കും, പിച്ചിൻ്റെ സ്വഭാവമൊക്കെ അനുസരിച്ചിരിക്കും. നമ്പർ 10 ജസ്പ്രീത് ബുംറ, നമ്പർ 11 വരുൺ ചക്രവർത്തി. സ്കോഡിലുള്ള മറ്റു താരങ്ങൾ കുൽദീപ് യാദവും വാഷിങ്ടൺ സുന്ദറുമാണ്. സോ ഇവരെയും നമുക്ക് വേണ്ട വിധത്തിൽ പിച്ചിൻ്റെ സ്വഭാവമൊക്കെ അനുസരിച്ച് ഉപയോഗപ്പെടുത്താവുന്നേ ഉള്ളൂ. വാഷിങ്ടൺ സുന്ദറാകുമ്പോൾ ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് കൂടുകയും ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ടീം ഉറപ്പിച്ച് നമുക്ക് പറയാം. റെഡ് ഹോട്ട് ഫോമിലാണ് ഈ ടീമുള്ളത്. ഈ ടീമാണ് വേൾഡ് കപ്പിലെ ഹോട്ട് ഫേവറേറ്റ്സ്. നമ്മൾ കിരീടം ചൂടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം.